ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. 2 ഉപനിഷത്തുക്കളുടെ മലയാളത്തിലേക്കുള്ള തർജിമ സഹിതമുള്ള പാരായണം നിങ്ങൾ കേട്ടു. ഈശാവാസ്യോപനിഷത്തും കേനോപനിഷത്തും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അടുത്ത ആഴ്ചയോ മറ്റോ റിലീസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ പുസ്തകം വളരെയധികം ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്ന വിധത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായിരുന്നു. അല്ലാതെ കേനോപനിഷത്തും ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങളും ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈശാവാസ്യോപനിഷത്ത് ശ്രീനാരായണ ഗുരുദേവനും ഇതേപോലെ വിവരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ വിവർത്തനത്തിൽ സംസ്കൃതം വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടത് വേദമന്ത്രം പോലെ തന്നെ ഉള്ളതാണ്. ഈശാവാസ്യോപനിഷത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് വേദത്തിൻ്റെ അകത്തുള്ള ഒരേ ഒരു ഉപനിഷത്താണ്. വേദത്തിനകത്തുള്ള ഒരേ ഒരു ഉപനിഷത്താണ് ഈശാവാസ്യോപനിഷത്ത്. യജുർവേദത്തിൻ്റെ 40ാം അധ്യായമാണ് അത്. 18 മന്ത്രങ്ങളിലൂടെ 18 ഡിഫറൻ്റ് തലത്തിലുള്ള 18 തരത്തിൽ ഉള്ള സന്ദേശം നൽകുന്ന, ശ്രുതിയോടുകൂടി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇന്നലെ ഇരുന്ന മാതിരി ഇരുന്ന് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലേക്ക് കടക്കാം. ഇന്നലെ വായിച്ചത് ഒന്ന് നമ്മൾ വായിക്കുന്നു. ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്ഞാനയോഗം കഴിഞ്ഞ അധ്യായത്തിൽ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊടുത്ത്, ജ്ഞാനമാണ് പരമമായ സത്യം എന്ന് കൃഷ്ണൻ പറഞ്ഞുകൊടുത്ത്, അതിനുശേഷം കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അർജുനന് തോന്നിയ സംശയമാണ്, ജ്ഞാനമാണ് പരമമെങ്കിൽ എന്തിനാ കർമ്മം ചെയ്യേണ്ടത് എന്ന് അർജുനൻ ചോദിക്കുന്നു. അർജുനൻ വീണ്ടും ചോദിക്കുന്നു, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അതും ഇതും പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതിന് പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറയുക. മിക്സഡ് വേർഡ്സ് ഉപയോഗിച്ച് എന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ഡയറക്ഷൻ തരാത്ത വിധത്തിൽ അതാണ് നല്ലത്, ഇതാണ് നല്ലത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊന്നും പറയാതെ ഞാനിപ്പോൾ എന്തു ചെയ്യണം എന്ന് മാത്രം ഒറ്റ പോയിന്റിൽ ഉത്തരം പറയാൻ കൃഷ്ണനോട് അർജുനൻ അഭ്യർത്ഥിക്കുന്നു. അതനുസരിച്ച് കൃഷ്ണൻ ഉത്തരം നൽകുകയാണ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേണ യോഗിനാം. ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനൊരു വലിയ പ്രത്യേകതയുള്ളത്, ഇത് എൻ്റെ അഭിപ്രായമാണ് എന്ന് 17 സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ഇത് അവസാനത്തെ വാക്കാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതി മേ മത. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പുരാപ്രോക്ത, പണ്ട് മുതൽക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഇതെന്റെ ഉപദേശമാണെന്ന്. ശ്രീകൃഷ്ണനെ കണ്ടു പഠിക്കണം എന്ന് പറയാനുള്ള കാരണത,
ഏത് വലിയ യുക്തിവാദിയും പറയാറുണ്ട് ഇതാണ് ഞങ്ങളുടെ സന്ദേശമെന്ന്. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെന്റെ അഭിപ്രായം, അല്ലെങ്കിൽ പണ്ടുള്ളവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രജാപതി പറഞ്ഞിട്ടുണ്ട്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ എത്ര വലിയ അറിവുള്ളവനും ഇത് ഞാൻ പറയുന്നു എന്ന് പറയാറില്ല, പറയാൻ പാടില്ല. ഇതെന്റെ അഭിപ്രായമാണ്, എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പറയുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ പറയുന്നു, ഈ ലോകത്തില്, ഇതാ ലോകം എന്ന വാക്കിന്റെ അർത്ഥം ലൗകിക ജീവിതത്തിൽ വ്യവഹരിക്കുന്നവർ നിലനിൽക്കുന്നതിന് പറയുന്ന പേരാണ് ലോകം. ലോകം ലൗകിക ജീവിതത്തില്. അതുകൊണ്ട് ഇത് ഒരു ആത്മീയ വീക്ഷണവും ഭൗതിക വീക്ഷണവും കൂടിയാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ വ്യവഹരിക്കുന്ന ജനങ്ങൾ എവിടെയുണ്ടോ അതിൻ്റെ പേരാണ് ലോകം. അപ്പോൾ ഈ ലോകത്തിൽ രണ്ട് വിധത്തിലുള്ള മണ്ഡലമാണ് ഉള്ളത്. ഒന്ന് അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് പോവുക, രണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങള് കർമ്മം പോലെ വർക്കായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അറിവ് നേടി അറിവ് കൊടുക്കുന്നവരെ ജ്ഞാനയോഗികളെന്നും കർമ്മം ഏറ്റെടുത്തത് ചെയ്യുന്നവരെ കർമ്മയോഗികളെന്നും പറയുന്നു. ഇത് ഇന്നലെ വിവരിച്ചതാണ്. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ. പുരുഷ എന്ന വാക്കിൻ്റെ ഇവിടത്തെ അർത്ഥം മനുഷ്യര്. മനുഷ്യര് എന്ന വാക്കിന് സ്ത്രീയും പുരുഷനും പെടുന്നു. വേദത്തിൽ പുരുഷൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രപഞ്ച പുരുഷൻ. ഇവിടുത്തെ പുരേ വസതി ഇതി പുരുഷ. 9 ദ്വാരമുള്ള ഈ പുരത്തില്, നവദ്വാരേ വസി, 9 ദ്വാരമുള്ള ഈ പുരത്തില് ഏത് ചൈതന്യം ഉണ്ടോ ആ ചൈതന്യം ഇരിക്കുന്നിടത്തോളം ഇത് പുരുഷനാണ്. സ്ത്രീക്കും പുരുഷൻ എന്ന വാക്ക്, പുരുഷനും പുരുഷൻ എന്ന വാക്ക്. അപ്പോ ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷ അശ്നുതേ നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. 2 സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനും ലോകത്തിലിരിക്കുന്ന ലൗകിക ജീവിതത്തിലിരിക്കുന്ന ഒരു മനുഷ്യനും ജ്ഞാനയോഗിയായി ജനിച്ച് ജ്ഞാനയോഗിയായി മരിക്കുന്നവരെ ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ മാത്രം പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ജ്ഞാനയോഗിയാവാനും കർമ്മയോഗിയാവാനും കർമ്മയോഗത്തിലൂടെ തുടക്കം കുറിക്കണം. നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. എല്ലാം ത്യജിച്ചു എന്ന കാരണത്താൽ ഞാൻ എല്ലാം ത്യജിക്കുകയാണ്. നഹി സന്യസനാത് ഏവ കേവലം യഹ പുരുഷഃ സന്യാസം സ്വീകരോതി സഹ സന്യാസകർമ്മണാൽ പ്രാപ്നോതി സ കേവലം സിദ്ധ ന ഭവതി ന ഭവിഷ്യതി. എല്ലാം ത്യജിച്ചതുകൊണ്ട് സിദ്ധി ഉള്ളവനാവണം എന്ന് നിർബന്ധമില്ല. അംബരീഷന്റെ കഥ സിമ്പിളായിട്ട് പുരാണത്തിൽ പറയുന്നത് ഇതാണ്. ദ്വാദശി ദിവസം ഞാൻ വരാതെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് ദുർവാസാവ് പറഞ്ഞു. അദ്ദേഹം വിശക്കുന്നവർക്ക് രാവിലെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം ഭക്ഷണം കൊടുത്തു. വളരെ സിദ്ധനും വേദമന്ത്രം എഴുതിയ ദുർവാസാവ് വന്നപ്പോൾ മറ്റുള്ളവർ ഊണ് കഴിക്കുന്നു. അത് കണ്ട് ദേഷ്യപ്പെട്ട് തലമുടി നിലത്തിട്ടടിച്ച് പ്രേതത്തെയോ ഭൂതത്തെയോ കാലികയെയോ വരുത്തി അംബരീഷനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അംബരീഷൻ കൈ തൊഴുത് നിന്നപ്പോൾ അംബരീഷനിൽ നിന്നൊരു ചക്രം വന്ന് ദുർവാസാവ് ഓടേണ്ടി വന്നു. പച്ച കഥ സ്റ്റോറി. ആ സ്റ്റോറിക്കകത്ത് എന്താണ്? സിദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദുർവാസാവ് ഓടേണ്ടി വന്നു. കൈലാസത്തിൽ പോയി അത്ര ശിവൻ പറഞ്ഞു നോ രക്ഷ. വിഷ്ണു ലോകത്തിൽ പോയപ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്കൊരു രക്ഷയില്ല, ഞാനല്ല ഇത് അയച്ചേക്കണത്. ബ്രഹ്മലോകത്തിൽ എന്നപ്പോൾ പറഞ്ഞു എനിക്ക് കാര്യത്തെക്കുറിച്ച് അറിഞ്ഞൂടാ പറഞ്ഞു. പിന്നെ എവിടേക്കാ പോവേണ്ടത്? എവിടെ നിന്നാണോ അത് വന്നത് അവിടെ ചെന്നത്. ഒരു കഥയുടെ അകത്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്താ? ആവശ്യമില്ലാതെ പ്യൂണിനോട് ക്ലർക്കിനോട്
സബോർഡിനേറ്റിനോട്, സെക്യൂരിറ്റി സ്റ്റാഫിനോട് മാനേജിംഗ് ഡയറക്ടർ തട്ടിക്കേറിയാൽ അവസാനം എന്തു വേണ്ടി വരും? അവരുടെ മുമ്പിൽ വന്ന് തലകുനിക്കേണ്ടി വരും. എന്ത് നല്ലൊരു പ്രിൻസിപ്പിളാ. വെറും സന്യാസിയായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. വലിയൊരു സന്യാസിയാണ് എന്ന് പറഞ്ഞിട്ട് സിദ്ധിയൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഹിമവൽ ഭദ്രാനന്ദയുടെ പുറകിൽ എത്ര പേര് പോയി? സന്തോഷ് സ്വാമിയുടെ പുറകിൽ എത്ര പേര് പോയി? വെറും കാവ്യവസ്ത്രം കണ്ട് ധരിച്ച്, എന്തൊക്കെയോ ആണെന്ന് ധരിച്ച്, വേണ്ടതിനും വേണ്ടാത്തതിനും കാലുപോയി തൊട്ട് നമസ്കരിച്ച്, കുറച്ച് കഴിഞ്ഞ് കള്ളസ്വാമിയാണെന്നറിഞ്ഞപ്പോൾ എല്ലാ സ്വാമിമാരെയും കള്ളന്മാരാക്കുന്ന ഡെഫനിഷനും കൊടുത്തു. തെറ്റ് ചെയ്തത് ആരാ? തെറ്റ് ചെയ്തത് ഫോളോവേഴ്സാണ്. ഡോക്ടർമാര് തെറ്റ് ചെയ്തു എങ്കിൽ ഒരു പരിധിവരെ കാരണം രോഗികളും കൂടിയാണ്. ഈ ഡോക്ടർ നല്ല രീതിയിലല്ല ചികിത്സിക്കുന്നതെന്നറിഞ്ഞാൽ നല്ല ഡോക്ടറെ അന്വേഷിക്കുന്നു, നല്ല ഹോട്ടൽ അന്വേഷിക്കുന്നു, നല്ല പച്ചക്കറിക്കട അന്വേഷിക്കുന്നു, നല്ല ഗ്രോസറി ഷോപ്പ് അന്വേഷിക്കുന്നു, നല്ല ജ്വല്ലറി അന്വേഷിക്കുന്ന നമുക്ക് നല്ല സന്യാസിയെയും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. സിമ്പിളല്ലേ വാക്ക്? നല്ലവരെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് സന്യാസിക്കല്ല ഉള്ളത്. സന്യാസിമാര് ധർമ്മം പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. അപ്പൊ അതുകൊണ്ട് നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. 5ാമത്തെ വരി. 2 തരത്തിലുള്ള കർമ്മമണ്ഡലമാണുള്ളത് എന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള നിഷ്ഠാമണ്ഡലം. 1 അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് പോവുക, 2 കർമ്മം ചെയ്തുകൊണ്ട് പോവുക. 1 ജ്ഞാനയോഗി, 2 കർമ്മയോഗി. ഇനി നിങ്ങൾ ജ്ഞാനയോഗി ആവണമെങ്കിലും കർമ്മത്തിലൂടെ പോകാൻ നിവൃത്തിയുള്ളൂ. കാരണം നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും സ്ഥാവര ജംഗമങ്ങളും, അത് ഭൂമിയായാലും സൂര്യനായാലും വായുവായാലും അഗ്നിയായാലും എൻ്റെ ഹൃദയമായാലും ശ്വാസകോശമായാലും തലച്ചോറായാലും കാലിലെ സെല്ലുകളായാലും എലിയായാലും പുലിയായാലും അതേപോലെ മണ്ണിലുള്ള സിലിക്കൺ ഡയോക്സൈഡ് ആയാലും നിരന്തരം ആറ്റമോ അല്ലെങ്കിൽ ഭൂമിയോ സൂര്യനോ സർവ്വതും നിരന്തരം കർമ്മനിരതമായി നിലനിൽക്കുന്നു. കർമ്മം ചെയ്യാതെ ഈ ലോകത്തിൽ ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല. സൂര്യന്റെ ഗോളത്തില് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയമാകുന്നു, ഹീലിയം ഡിപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആവുന്നു. ആ സൂര്യന് വിശ്രമിക്കാൻ സാധ്യമല്ല, വായുവിന് വിശ്രമിക്കാൻ സാധ്യമല്ല, ഈ ലോകത്തിൽ അഗ്നിക്ക് വിശ്രമിക്കാൻ സാധ്യമല്ല, ആറ്റത്തിലുള്ള ഇലക്ട്രോണിന് വിശ്രമിക്കാൻ സാധ്യമല്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്തി അകർമ്മകൃത്. അകർമ്മകൃത്, കർമ്മം ചെയ്യാതെ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല. കാര്യതേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. ഇത് ഇന്നലെ പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കുന്നു. എല്ലാം അതാത് കർമ്മമണ്ഡലത്തിന്റെ സറൗണ്ടിങ്സിന്റെ എൻവയോൺമെന്റിന്റെ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ട് അതാത് ജീവനുള്ളതും ജീവനില്ലാത്തതും അതാത് കർമ്മം ചെയ്യുന്നു. ഭൂമി കറങ്ങുന്നു, ഭൂമി കറങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്, സൂര്യന് ജ്വലിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് സൂര്യൻ ജ്വലിക്കുന്നു. ഇടവപ്പാതിക്ക് മഴ പെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മഴ പെയ്യുന്നു. അപ്പൊ കാര്യതേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. യു ആർ എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം in which you cannot keep silently, you cannot keep lazy, you cannot keep without doing work, because you are entrusted, you are entitled, you are responsible for doing your work which you have undertaken. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. മനസ്സിനെ നിയന്ത്രിക്കാതെ കർമ്മ ഇന്ദ്രിയങ്ങളെ മാത്രം നിയന്ത്രിച്ച് ബാഹ്യമായി നിയന്ത്രണം പ്രകടിപ്പിച്ച് ആന്തരികമായി നിയന്ത്രിക്കാതെ ജീവിക്കുന്ന വ്യക്തി, അയാളെ ഇഡിയറ്റ് എന്ന് കൃഷ്ണൻ വിളിക്കുന്നു. ആ ഇഡിയറ്റ് ഹിപ്പോക്രറ്റ് കൂടിയാണ്. അതായത്
mentally you are wandering everywhere, but physically you are restricting yourself. Mentally wandering everywhere. ഇതുപോലെ നല്ലൊരു കഥ ഉണ്ട്. ശ്രീബുദ്ധന്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സ്വാമി ഉദിത് ചൈതന്യ പറയാറുണ്ട്, സന്ദീപ് ചൈതന്യ പറയാറുള്ള കഥയാണ്. ഗംഗാനദി കടക്കുമ്പോൾ അങ്ങനെ കുറച്ച് പോകുമ്പോഴത്തേക്കും ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. അപ്പോ ഒരു ഋഷിയും ഒരു ഗുരുവും ശിഷ്യനും അപ്പുറത്തേക്ക് കടക്കാം. ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കണ്ട് ശിഷ്യൻ നേരെ വെള്ളത്തിലെടുത്ത് ചാടി ആ സ്ത്രീയെ കരയിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരെ ബോധം തെളിയുന്നത് വരെ അല്പനേരം പരിചരിച്ച് പിന്നെ ഗുരുവും ശിഷ്യനും യാത്രയായി. കഥ എന്താണ്? ഗുരുവും ശിഷ്യനും ഗംഗാനദി കടക്കുമ്പോൾ ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട് ശിഷ്യൻ വെള്ളത്തിൽ ചാടി ഈ സ്ത്രീയെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് അവർ യാത്രയാവുമ്പോൾ ഗുരുവിന് ഭയങ്കര ദേഷ്യം. ഈ ശിഷ്യന് മനസ്സിലായില്ല എന്താ ഗുരുവിന് ദേഷ്യം. കുറേ കഴിഞ്ഞ് ശിഷ്യൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എന്താ ചെയ്തത്? ഞാനും സന്യാസിയാണ്, എൻ്റെ ശിഷ്യനായ നീയും സന്യാസിയാണ്. നമ്മൾ സ്ത്രീകളെ തുടരുതെന്ന് പറയുന്നത് നിനക്കറിഞ്ഞൂടെ? നമ്മൾ ഇതിൽ നിന്നെല്ലാം മോചനം നേടണം എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ എന്തിനാണ് ആ സ്ത്രീയെ സ്പർശിച്ചത്? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, അതാണോ കാര്യം? ഞാനത് അപ്പം തന്നെ മറന്നു. ഗുരു ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ അത്? ഈ കഥ ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ ഗുരുവിന്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണ്. ഈ രക്ഷിച്ച ശിഷ്യന്റെ മനസ്സ് അത് ശിഷ്യൻ അപ്പം തന്നെ മറഞ്ഞു. അപ്പോ മനസ്സിനെ നിയന്ത്രിക്കാതെ ശരീരത്തിനെ മാത്രം നിയന്ത്രിക്കുന്നത് ഹിപ്പോക്രസിയാണ്. മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തിനെ ഏത് കർമ്മങ്ങളിൽ ഏർപ്പെടുത്തിയാലും അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നിയന്ത്രിക്കേണ്ടത് മനസ്സിനെയാണ്, മാനേജ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്, ഗൈഡ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്, കൺട്രോൾ ചെയ്യേണ്ടത് മനസ്സിനെയാണ്, ഡയറക്റ്റ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്. കാരണം എന്താ? മനഃ എന്ന വാക്കിൽ നിന്ന് മാൻ എന്ന വാക്കുണ്ടായി. മാൻ എന്ന വാക്കിൽ നിന്ന് മാനേജ്, മാനേജിങ്, മാനേജർ, മാനേജ്മെന്റ്, മാനേജ്മെന്റ് സയൻസ്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, സംഹൗ ഐ ആം മാനേജിങ് വിത്ത് മൈ ഹസ്ബൻഡ്. കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? എവിടെയാ ഇത് മാനേജ് ചെയ്യുന്നത്? എല്ലാം മനസ്സിലാണ്. ഈ മനസ്സാണ് ലോകത്തിലെ എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്നത്. നമ്മൾ ചില വലിയ ഓഫീസിൽ പോയാൽ കാണാൻ സാധിക്കും പേഴ്സണൽ മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മാനേജർ, അങ്ങനെ കുറേ തരത്തിലുള്ള മാനേജറുണ്ട്. ട്രെയിനിങ്ങിന്റെ മാനേജർ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ മാനേജർ. അവരെല്ലാം അത് മാനേജ് ചെയ്യുന്നത് ഏത് സമയത്താ? ഉറങ്ങിക്കിടക്കുമ്പോഴാ. ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരമുണ്ട്, മനസ്സില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ അവരാരും മാനേജ് ചെയ്യാറില്ല. ഒക്കെ ഉണർന്നിരിക്കുമ്പോഴാണ് മാനേജ് ചെയ്യുക. അപ്പൊ മനസ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ മനസ്സിനെയാണ് ഗൈഡിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. എവ്രിതിങ് ഷുഡ് ബി ഡൺ അപ്പോൺ ദി മൈൻഡ്. ഓർഗൻസ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും സസ്റ്റൈനബിൾ ആൻഡ് permanent good action can be undertaken by controlling the mind, guiding the mind. നിയതം കുരു കർമ്മ യസ്ത്വിന്ദ്രിയാണി മനസാ. ഏഴാമത്തേത് യസ്ത്വിന്ദ്രിയാണി മനസാ. ഇന്ദ്രിയങ്ങളെ മനസാ നിയമ്യ, മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ കർമ്മം ചെയ്യാൻ ആരഭതേ അർജുന. ഇന്ദ്രിയങ്ങളെ കർമ്മം ചെയ്യാൻ അനുവദിക്കുന്നു, പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യത. കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ അത് ടൈഅപ്പ്. സാധാരണ വ്യക്തികൾ ഉപയോഗിക്കുന്ന അറ്റാച്ച്ഡ് എന്ന വാക്കാണ്. അറ്റാച്ച്ഡ് എന്ന വാക്ക് ശരിയാണ്, പക്ഷെ ബന്ധവും ബന്ധനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ബന്ധവും ബന്ധനവും തമ്മിലുള്ള വാക്ക് തിരിച്ചറിയണം. ഈ ലോകത്തിൽ ബന്ധം പാടില്ല എന്ന പ്രയോഗം ശരിയല്ല. കാരണം നമ്മൾ
വ്യാവഹാരിക ലോകത്തിൽ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാവണമെന്ന് പറയുകയും ചെയ്യുക, ഇപ്പുറത്ത് കൂടെ ബന്ധം പാടില്ല എന്ന് പറയുകയും ചെയ്യുക. രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ അല്ലേ? മാതാപിതാക്കൾക്ക് മക്കളോടും, മക്കൾക്ക് മാതാപിതാക്കളോടും പരസ്പരം ബന്ധം ദൃഢമാവാൻ എല്ലാ ദിവസവും വീട്ടിലുള്ളപ്പോൾ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ തന്നെ അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ സാറേ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചാൽ എന്താ പറയുക? അവിടെയാണ് ബന്ധവും ബന്ധനവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു. ടൈയപ്പ്, ബന്ധനം. അപ്പൊ ബന്ധനം വരുമ്പോഴാണ് നമുക്ക് വളരെയധികം പ്രതീക്ഷകൾ കൂടുന്നത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ സഫലീകരിച്ചില്ലെങ്കിൽ വലിയ ദുഃഖം ഉണ്ടാവും. ഏതുപോലെയാണ്? ഒരു റോട്ടിലൂടെ പോകുമ്പോൾ ഗട്ടറുണ്ട്, കുഴിയുണ്ട് എന്നറിയാതെ നാലാമത്തെ ഗിയറിൽ വണ്ടിയിട്ട് ഓടിച്ചാൽ എന്തു പറ്റും? വണ്ടി അടിച്ചു തെറിച്ചു. അതേ സമയത്ത് കുഴിയുണ്ടെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ 2ലോ 3ലോ ഇട്ടാണ് വണ്ടി ഓടിക്കുക. അപ്പൊ കുഴിയിൽ വണ്ടി ഇറങ്ങുമ്പോഴും കുഴിയില്ലാതെ ആവണില്ല, കുഴി അവിടെ തന്നെ ഉണ്ട്. പക്ഷെ വി ആർ അവെയർ ദാറ്റ് സച്ച് ആൻഡ് സച്ച് നെഗറ്റീവ് ഈസ് ദർ, സോ ബി കെയർഫുൾ. അറ്റാച്ച്മെന്റ്, ബന്ധം വേണം. ബന്ധനമാകുമ്പോൾ പ്രതീക്ഷ കൂടുന്നു. പ്രതീക്ഷ നിറവേറ്റാതെ വരുമ്പോൾ അത് കൺഫ്യൂഷൻ ആവുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഇന്റർനാഷണൽ ഡിസാർമമെന്റ് സെഷനിൽ വാഷിങ്ടണിൽ നടന്ന ഇന്റർനാഷണൽ ഡിസാർമമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്തത് മുൻ റഷ്യൻ പ്രസിഡന്റ് ഗോർബച്ചേവാണ്. ഗോർബച്ചേവ് അത് ഉദ്ഘാടനം ചെയ്തൊരു CD ഞാൻ അമേരിക്കയിൽ വെച്ച് കഴിഞ്ഞ ജൂലൈയിൽ വാഷിങ്ടണിൽ കണ്ടിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. എങ്ങനെയാ ഗോർബച്ചേവ് തുടങ്ങിയെന്നറിയാമോ? കൈ രണ്ടും കൂപ്പി ഒരു ഇന്ത്യക്കാരനെ പോലെ, സംഘാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത്ര സ്പീഡിലല്ല ചൊല്ലിയത്, എന്നാലും ആ ഭഗവത്ഗീതയിലെ വരിയെടുത്തിട്ടാണ് ഗോർബച്ചേവ് അറ്റാച്ച്മെന്റ്, ടൈയിങ് ഓഫ് സംഘം. കൂട്ടത്തിലിരിക്കുമ്പോഴത്തേക്കും ആഗ്രഹമുണ്ടാകുന്നു. ആഗ്രഹം സഫലീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്നു. ദേഷ്യം പരിധിക്കപ്പുറം കടക്കുമ്പോൾ സ്മൃതി, മെമ്മറി ലോസ് ഉണ്ടാകുന്നു. മെമ്മറി ലോസ് ഉണ്ടായാൽ മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കൺഫ്യൂഷന്റെ പരമകാഷ്ഠയില് ബുദ്ധിനാശം, ബുദ്ധിനാശത്തോടുകൂടി പ്രണശ്യതി. എന്തൊരു ഗംഭീര സൈക്കോളജി അതെന്നറിയാമോ? സൈക്കോളജിയുടെ അവസാനത്തെ വാക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വിവരിക്കാം. ഇത് ഞാൻ വിവരിച്ചത് മനസ്സിനെയാണ് ഭാരതീയരെന്നും. യോഗ ചിത്തവൃത്തി നിരോധ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തില് ശിഷ്യന്മാരിയ്ക്കുകയായിരുന്നു അത്രേ. എല്ലാവരും ഇരുന്ന് പതഞ്ജലി മഹർഷി വന്ന് ഇടത്തെ കാലിന്റെ മുകളിൽ വലത്തെ കാല് വെച്ചിരുന്ന് പറഞ്ഞു അത്രേ, അതാതോ യോഗ ജിജ്ഞാസ. നമ്മുടെ പുസ്തകങ്ങളൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാ. അതാതോ വേദ ജിജ്ഞാസ, അതാതോ പൂർവമീമാംസ ജിജ്ഞാസ. ഓരോന്നും പഠിക്കാൻ ആഗ്രഹമുള്ളവനോട് അത് പഠിക്കാനായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, ജിജ്ഞാസുക്കളെ, അതാതോ യോഗ ജിജ്ഞാസ എന്ന് പറഞ്ഞ് യോഗം അറിയാൻ വന്ന ശിഷ്യന്മാരെ ഞാൻ യോഗം പറഞ്ഞു തരാം. യോഗ ചിത്തവൃത്തി നിരോധ. മനസ്സിലായല്ലോ? മനസ്സിലായില്ല? യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറന്നപ്പോ പകുതി ആൾക്കാരും എഴുന്നേറ്റ് പോയി. പകുതി ആൾക്കാരും എഴുന്നേറ്റ് പോയി. എന്താ കാരണം അറിയോ? യോഗം എന്താണെന്ന് മനസ്സിലായി. ഇനി ഇരിക്കേണ്ട. യോഗം എന്താണെന്ന് മനസ്സിലായി, ഇനി ഇരിക്കേണ്ട. ഇനി പറയാൻ പോണത് ഇതിന്റെ എക്സ്പ്ലനേഷനാണ്. ഞങ്ങൾക്ക് മനസ്സിലായി. മനസ്സ് എന്നുള്ളത് സമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരകളാണ് ചിന്തകൾ. മനസ്സ് സമുദ്രമായിട്ടെടുത്താൽ ആ സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരകളാണ് ചിന്തകൾ. ആ തിരകൾ ഉത്ഭവിക്കുന്ന സ്ഥാനത്തിന് പറയുന്ന പേരാണ് ചിത്തം.
അപ്പൊ മനസ്സ് ആകുന്ന സമുദ്രത്തിൽ നിന്ന് തിരകൾ ഉത്ഭവിക്കുന്ന സ്ഥാനത്തിന് പറയുന്ന പേരാണ് ചിത്തമെങ്കിൽ, യോഗ എന്ന് പറയുന്നത് ആ ചിത്തത്തിന്റെ വൃത്തി, തിരകൾ ആരംഭിക്കുന്ന സ്പോട്ടിൽ നിന്നാണ് തിരകൾ വരുന്നത്. ആ തിരകളാണ് ചിത്തവൃത്തി. ആ തിരകളാണ് ചിത്തവൃത്തി. ആ തിരകൾ വരുന്ന കടലിലെ വെള്ളം ശുദ്ധമാണെങ്കിൽ, തിരകൾ വരുന്ന കടലിലെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ, തിരകളിലെ വെള്ളം എങ്ങനെയിരിക്കും? ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഈ തിരകൾ വരുന്ന കടലിലെ വെള്ളം ടൈറ്റാനിയം കമ്പനിയുടെ വേസ്റ്റ് കൊണ്ട് ചുമന്ന കളറുള്ളതാണെങ്കിൽ, അവിടത്തെ കടലിൽ നിന്ന് വരുന്ന തിരകളുടെ നിറം എങ്ങനെയിരിക്കും? ചുമപ്പായിരിക്കും. അപ്പൊ മനസ്സ് കലുഷിതമാണെങ്കിൽ ചിന്ത എങ്ങനെ ഉണ്ടാവും? മനസ്സിൽ വാശിയുണ്ടെങ്കിൽ ചിന്ത, മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ ചിന്ത, മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ചിന്ത, മനസ്സിലെ വാശി, പക, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ, കാലുവാരല, കുന്നായ്മ, 9 എണ്ണം. ഇത് മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചിന്തകൾ എങ്ങനെ ഉണ്ടാവും? അതനുസരിച്ചിരിക്കും വാശിയുള്ള മനസ്സിൽ നിന്ന്. അപ്പോ യോഗം എന്ന് പറയുന്നത് എന്താണ്? ചിത്തവൃത്തി നിരോധ. അതുകൊണ്ടാണ് 50% വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് പോയത്. നിങ്ങൾ എഴുന്നേറ്റ് പോവല്ലേ എങ്ങനെ? അപ്പോ അടുത്തത് മനസ്സിനെയാണ് കൺട്രോൾ. ഭാരതീയരെന്നും മനസ്സിലാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അകത്തെ ചേഞ്ച് പെർമനന്റാ, പുറത്തെ ചേഞ്ച് ടെമ്പററിയാ. അതുകൊണ്ട് പൂർവ്വ ഭാരതത്തിൽ ഉണ്ടാക്കിയ ആയുർവേദ മരുന്നുകളൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. മോഡേൺ മരുന്നുകളെല്ലാം നിരന്തരം മാറ്റേണ്ടി വരുന്നു. എന്താ കാരണം? അവർ എക്സ്റ്റേണൽ സിംറ്റം നോക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുക. ആയുർവേദം ഇന്റേണൽ സിംറ്റം നോക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുക. എത്ര വർഷമായി? ധന്വന്തരാരിഷ്ടം, ദശമൂലാരിഷ്ടം, ചവനപ്രാശം, അതൊന്നും മാറിയിട്ടില്ല. സാരിഡോൺ ഉണ്ടായത് 1948കളിലാണ്. ഇപ്പൊ സാരിഡോണിന്റെ പേരൊക്കെ മാറി. ഏറ്റവും ചീപ്പായതുകൊണ്ട് ഇപ്പോഴും വിൽക്കുന്നേ ഉള്ളൂ. അതെല്ലാം കോമ്പോണന്റുകളെല്ലാം മാറി. അങ്ങനെ എല്ലാം ഓരോന്ന് നിരോധിച്ചു വരുന്നു. എത്ര മരുന്നുകളാണ് നിരോധിച്ചിരിക്കുന്നത്? കേരളത്തിലും ഇന്ത്യയിലും അല്ല, ലോകത്തിലും. അപ്പോ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. കർമ്മേന്ദ്രിയങ്ങള് ടൈയിങ് അപ്പില്ലാതെ, ബന്ധനമില്ലാതെ അതിന്റെ വർക്ക് ചെയ്യട്ടെ. കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്തം. ആസക്തിയില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസക്തം. അത് ഇന്നലെ പറഞ്ഞതാണ്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോക്യ കർമ്മണ ശരീരയാത്രാപിചതേ ന പ്രസിദ്ധേത കർമ്മണ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ചെയ്യുക. ശരീരം പോലും കർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ഹാർട്ട്, ലങ്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം കർമ്മത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അടുത്തത്, കർമ്മം ചെയ്യുമ്പോഴും മനസ്സെങ്ങനെയിരിക്കണം? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. ത്യാഗമനോഭാവത്തോടു കൂടി അല്ലാതെ, ത്യാഗ മനോഭാവത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം നമ്മൾ ബന്ധിതരാണ്. ത്യാഗ മനോഭാവത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളില് നമ്മൾ ബന്ധിതരാണ്. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. അതുകൊണ്ട് ഹേ കൗന്ദേയ, കുന്തിപുത്ര, ശ്രീകൃഷ്ണൻ അർജുനനെ പല പേരിലാ വിളിക്കുന്നത്, പല പേരുകളിലാ വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ ചിലപ്പോൾ അങ്ങനെയാ. ചിലപ്പോൾ ഉണ്ണി എന്ന് വിളിക്കും, ചിലപ്പോൾ മോനെ എന്ന് വിളിക്കും, ചിലപ്പോൾ ചിഞ്ചു എന്ന് വിളിക്കും. ചിഞ്ചു എന്ന് ചോദിച്ചപ്പോൾ എന്താ ചിഞ്ചു എന്ന് ചോദിച്ചപ്പോൾ അത് വെറുതെ വായിൽ വന്നൊരു പേരാണത്ര. അവളോട് ഇഷ്ടം തോന്നുമ്പോൾ മറ്റേ പേരുകളൊക്കെ പോകും. അപ്പം തോന്നുന്ന ഏതെങ്കിലും ആ വിളിക്കാം. അപ്പൊ ദേഷ്യം വരുമ്പോഴോ അത് കറക്റ്റ് പേരാ വിളിക്കാം. ദേഷ്യം തോന്നുമ്പോ കറക്റ്റ് പേരാ വിളിക്കാം. അപ്പൊ മോനെ ഇല്ല, ഉണ്ണിയില്ല, കുഞ്ഞേ ഇല്ല, കറക്റ്റ് ഷാർപ്പാണ്. അതുപോലെയാണ് ഇവിടെ കൗന്ദേയ. ഇത് പഠിപ്പിക്കല. നേരത്തെ യുദ്ധം ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ പരന്തപ പറഞ്ഞു. ചില സ്ഥലത്ത് ധനഞ്ജയ പറഞ്ഞു. എന്തിനാ ധനഞ്ജയ?
ധനത്തെ പോലും ജയിച്ചവൻ. അതിന്റെ അർത്ഥം നീ ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്നത് സമ്പത്തുണ്ടാക്കാനല്ല, നീ അതൊക്കെ ജയിച്ചവനാണ്. അപ്പൊ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്നാ പറയാ. അപ്പൊ കുന്തിപുത്ര എന്ന് പറഞ്ഞാൽ അമ്മയെ ഓർമ്മിപ്പിച്ചതാ. നീ ഇത് മനസ്സിലാക്കണം കേട്ടോ കുട്ടി. കുഞ്ഞുണ്ണി പറഞ്ഞ മാതിരി ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, അതേമാതിരിയാണ്. ഇപ്പൊ നീ ഇത് മനസ്സിലാക്കണം. ചിലപ്പോ പാണ്ഡവ എന്ന് പറയും, അത് നിന്റെ കുലത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കൗന്ദേയ എന്ന് പറയുമ്പോൾ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. പരന്തപ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ധനഞ്ജയ എന്ന് പറഞ്ഞാൽ അവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 17 സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഇതിമേമത എന്ന് പറയുന്ന പോലെ 17 പേരിലാണ് കൃഷ്ണൻ അർജുനനെ വിളിക്കുന്നത്. ചില സ്ഥലത്ത് കൗരവാന്നും വിളിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുരുവംശത്തിൽ ജനിച്ചവനെ പല പേരുകളിലാണ് വിളിക്കുന്നത്. ഇതെല്ലാം ഒരു സൈക്കോളജിയാണ്. ഒരു മാനേജിങ് ഡയറക്ടർ തൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരെ മൈ ഫ്രണ്ട് എന്ന് ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ പേര് വിളിക്കും, ചിലപ്പോൾ പൊസിഷൻ വിളിക്കും. ഇതിനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റാണ്. നമ്മൾ പറയാറുണ്ട്, അച്ഛനും അമ്മയും തന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ശരീരവും ഈ പേരും. ആ പേരിലാണ് ഈ ശരീരം അറിയപ്പെടുന്നത്. ആ പേര് ശരീരത്തിന്റെ എവിടെയാണുള്ളത്? എവിടെയുമില്ല. ഈ ശരീരത്തിന്റെ എവിടെയും ആ പേരില്ല. എന്നാലും നമ്മൾ പറയാറില്ലേ, ചില കുട്ടികളെ അമ്മയുടെ മടിയിൽ വെച്ച് അച്ഛൻ ഇങ്ങനെ സ്വകാര്യമായിട്ട് പേര് പറയും. നിന്റെ പേര് കെ കരുണാകരൻ എന്നാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എൻ്റെ പേര്, അച്ഛൻ തന്ന പേര്. ഇനി അത് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോ ഒരു പേര് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ഇംപ്രിന്റഡ് അപ്പോൺ യു, യു ആർ നോൺ ഇൻ ദാറ്റ് നെയിം. ഇത്ര ഗംഭീരമായിട്ട് അവിടെ വരിക. ഇതിവിടെ പറയുന്നത് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധ. ത്യാഗമനോഭാവത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നിലും നമ്മൾ ഓവർ അറ്റാച്ച്ഡ് അല്ല, ടൈഡപ്പ് അല്ല. അതുകൊണ്ട് അർജുന, നീ കർമ്മം ചെയ്യുക, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, കർമ്മത്തിൽ ബന്ധനമുണ്ടാവരുത്. എന്നെ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്കും ഇത് സാധിക്കും, എനിക്കും സാധിക്കും, മഹാത്മാഗാന്ധിക്കും സാധിക്കും, സ്വാമി വിവേകാനന്ദനും സാധിക്കും. ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഒരു ചെറിയ ട്രെയിനിങ് 18 ദിവസം കൊടുത്താൽ, 18 ദിവസം ട്രെയിനിങ് കൊടുത്താൽ അത് ഒരു ശീലമാവും. 41 ദിവസം തുടർന്നാൽ അത് സ്വഭാവമാകും. 18 ദിവസം തുടർന്നാൽ ശീലമാകും, 41 ദിവസം തുടർന്നാൽ സ്വഭാവമാകും. എന്താ സ്വഭാവം എന്ന വാക്കിന്റെ അർത്ഥം? സ്വതസിദ്ധമായ ഭാവത്തിന് പറയുന്ന പേരാണ് സ്വഭാവം. സ്വതസിദ്ധമായ ഭാവമാക്കി തീർക്കാൻ 41 ദിവസം ആ ടൈയിങ് അപ്പ്, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എന്ന ഒരു വീക്ഷണം ഉണ്ടാക്കുക. ഓഫീസിൽ വീക്ഷണം ഉണ്ടാക്കി നോക്കൂ. എന്ത് രസറിയോ? നിങ്ങൾ എന്തെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ അപ്പുറത്തുള്ള SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂറിൽ വരികയാണെങ്കിൽ അവിടെ ഒരു മൂലയ്ക്ക് ഒരു 5-6 പേര് ഇരിക്കുന്നുണ്ടാവും. ഒരു 11 മണിക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മിക്കവാറും അവരുടെ മുമ്പിലുള്ള ചായയുടെ ഗ്ലാസ് ഇങ്ങനെ പാട കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചെന്ന് അവരോട് ചോദിക്കുക, സാറെന്താ സാറേ ചായ കുടിക്കാത്ത? അയാൾ നേരെ നോക്കുക പോലും ഇല്ല. അയാൾ ആ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറേ കഴിഞ്ഞതിന് ശേഷം താഴെ ഇയാൾ പിന്നെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇയാൾ ചോദിക്കും, സാറിന് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറയുക, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അല്ല, ഈ ചായ ഇങ്ങനെ തണുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? സർ, ഇപ്പം അതിന് നേരെയില്ല സർ. ഇപ്പം ഒരു ദിവസം ഞാൻ പറഞ്ഞു അയാളുടെ അടുത്ത്, ഇങ്ങനെ സാറ് വർക്ക് ചെയ്താൽ സാറിന് പത്മശ്രീ കിട്ടുന്നുള്ളത് ഉറപ്പാ. അയാൾ തിരിച്ചു പറഞ്ഞ എന്താ അറിയോ? സാറേ, വേദന മറ്റുള്ളവരുടെ അറിയുന്നവനെ അവനവന്റെ വേദന അറിയുന്നവന് മറ്റുള്ളവന്റെ വേദന അറിയാൻ പറ്റും. പലരും കെട്ടുതാലി പണയം വെച്ചിട്ടാ ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അവരുടെ ചെക്കാ എൻ്റെ മുമ്പിലുള്ളത്. അത് ഇന്ന് 12:30-ക്കുള്ളിൽ പാസ്സാക്കി വിട്ടില്ലെങ്കിൽ ഇന്ന് അവർക്ക് പൈസ കിട്ടില്ല. ആ കെട്ടുതാലി പണയം വെച്ചവന്റെ ദുഃഖം അറിഞ്ഞാലേ ഉള്ളൂ. ഒരുപക്ഷെ സാറ് പറയുമായിരിക്കാം, എനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന്. എനിക്ക് ഈ ചായ കുടിക്കണേക്കാളും ഇമ്പോർട്ടൻ്റ് അതാ. ഈ കമ്മീഷൻ മേടിക്കാതെ ചായ കുടിക്കാതെ ചെയ്യുന്ന അവന്റെ മനസ്സ്, ആ ക്ലർക്ക്, SBTയിലെ ക്ലർക്കിന്റെ മനസ്സ്, അതാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ടൈഡപ്പില്ലാത്ത
ഡിവോഷൻ, 3 S ആണ്. DDS, ഈ വാക്ക് ഓർമ്മിക്കുക. DDS, ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി. തിരിച്ച് മറച്ചു വിട്ടോളൂ. ഡെഡിക്കേഷൻ, ഡിവോഷൻ ആൻഡ് സിൻസിയറിറ്റി. ഈ 3 ഉണ്ടാവുകയും വേണം. ബന്ധനമുണ്ടാവാനും പാടില്ല. അങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ജീവിതത്തിൽ വിവരണാതീതമാണ്. ശരീരം പോലും വർക്ക് ചെയ്യും. സൈക്കോളജി എന്താ പറയണത്? സന്തോഷത്തോടു കൂടി 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 17 കലോറി എനർജി വേണമെങ്കിൽ വിരക്തമായ മനസ്സോടുകൂടി അതേ വർക്ക് ചെയ്താൽ 100 കലോറി എനർജി വേണം. DDS, ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റിയോടുകൂടി ഒരു വർക്ക് ചെയ്യാൻ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 17 കാലറി എനർജി ഈസ് നീഡഡ്. അതേ വർക്ക് വളരെ റിലക്റ്റൻസ്, എനിക്ക് ഇതൊരു ശാപം മാതിരി, ഇത് ചെയ്യണല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ചെയ്തു നോക്കുക. നിങ്ങൾ 11:30, 12 ആവുമ്പോൾ തളരും. കാരണം എന്താ? പെർ അവർ യു ആർ വേസ്റ്റിംഗ് 100 കാലറി. ഇപ്പോൾ 1:5 ആണ് എനർജി വേസ്റ്റേജ്. ഡോക്ടർ അബ്ദുൽ കലാം 18 മണിക്കൂർ വർക്ക് ചെയ്തിട്ടും തളരാത്തത് എന്തുകൊണ്ടാ? മൈൻഡ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം 20 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. 127 സംഘടനകളുടെ ചെയർമാനും പ്രസിഡന്റും ട്രഷററുമാണ് മൻമോഹൻ സിംഗ്. ഒരു ഇന്ത്യക്കാരനും അതറിഞ്ഞൂടാ. ഡോക്ടർ മൻമോഹൻ സിംഗിൽ ലോകത്തിലെ മോസ്റ്റ് മെറിറ്റോറിയസ് പ്രൈം മിനിസ്റ്ററാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ആരോടും പറയാറുമില്ല, ആരോട്ട് അതറിയാൻ ശ്രമിക്കാറുമില്ല. ശരിക്കും വേൾഡിലെ ഏറ്റവും പ്രസിഡന്റ് ബുഷ് പറഞ്ഞൊരു വാക്കുണ്ട്, I cannot convince India because India has got the world famous scientist as the president and world famous economist as the prime minister. America will take minimum 40 years to reach that level. എൻ്റെ വാക്കുകളല്ല. അന്ന് പ്രസിഡന്റ് അബ്ദുൽ കലാം ആയിരുന്നു പ്രസിഡന്റ്. ഇന്ത്യ ഹാസ് ഗോട്ട് വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ആസ് ദ പ്രസിഡന്റ് ആൻഡ് വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ആസ് ദ പ്രൈം മിനിസ്റ്റർ. അവർ കൺട്രി എന്ന് ഉപയോഗിച്ചു. അവർ കൺട്രി വിൽ ടേക്ക് മിനിമം 40 years ടു റീച്ച് ദാറ്റ് ലെവൽ. അദ്ദേഹം ഉദ്ദേശിച്ചത് എക്കണോമിക്കലി ആ ലെവലിൽ എത്താനല്ല, ഒരു സയന്റിസ്റ്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ, ഒരു എക്കണോമിസ്റ്റിനെ അമേരിക്കയുടെ തലപ്പത്ത് എത്തിക്കാൻ ഇതേപോലെയുള്ളവരെ 40 വർഷം കഴിയും. ഞാനിതെന്താ പറഞ്ഞത്? ചില മനുഷ്യര് അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയണില്ല. ഇത് ദൂരെ മാറി നിന്ന് തമാശ പറയുന്നു ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട്, എങ്കിലും പലരും കപ്പാസിറ്റി ഉണ്ട്. അതെല്ലാം യജ്ഞഭാവത്തോടുകൂടി, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം, അതിനായിക്കൊണ്ട് കർമ്മ കൗന്ദേയ, കുന്തിപുത്ര നീ കർമ്മം ചെയ്യുക. എങ്ങനെ? മുക്തസംഗ സമാചര. നല്ലൊരു വരിക. നിങ്ങൾ കർമ്മം ചെയ്യുക, അതിൻ്റെ റിസൾട്ട്, റിവാർഡ് അതൊന്നും ചിന്തിക്കണ്ട. അതിൻ്റെ അർത്ഥം അതില്ല എന്നല്ല, അത് കിട്ടില്ല എന്നല്ല. ഡോണ്ട് പുട്ട് യുവർ മൈൻഡ് ഇൻ ടു ദാറ്റ്. മുക്തസംഗ സമാചര സഹയജ്ഞ പ്രജാ സൃഷ്ട. 10ാമത്തെ ശ്ലോകമാണ്. പുതിയതായിട്ട് വന്നവര് അവർക്ക് ഭഗവത്ഗീതയുടെ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്തവർ കൈവക്ക. ഭഗവത്ഗീതയുടെ പുസ്തകം ഇപ്പൊ എത്തിക്കും. ആ ഒരു പുസ്തകം കൊണ്ടുവരുമ്പോൾ ആ കൈ ഉയർത്തി ഉടനെ തരും. 10ാമത്തെ ശ്ലോകം സഹയജ്ഞ, 3ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി. പ്രജാപതി പുരോ ഉവാച. ഇവിടെയും കൃഷ്ണൻ നോക്കുക, ഞാൻ പറയുന്നു എന്നല്ല പറഞ്ഞത്. പ്രജാപതി പുരാ ഉവാച. പ്രജാപതി പറഞ്ഞു. കൊട്ടേഷനാണ്. പണ്ടുള്ളവർ പറഞ്ഞതിന്റെ കൊട്ടേഷനാണ്. കൊട്ടേഷൻ ഈസ് മോർ വാല്യുവബിൾ ദാൻ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. കൊട്ടേഷൻ ഈസ് മോർ വാല്യുവബിൾ ദാൻ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ നോക്കുക, അമ്മ കുട്ടികളോട് എങ്ങനെയാ പറയാ? അമ്മ കുട്ടികളോട് പറയും, നല്ല കുട്ടികള് വഴക്കുണ്ടാക്കാതെ ഭക്ഷണം കഴിക്കുന്നാണ് പറയാറുള്ളത്. ആരാ പറഞ്ഞത്? ഞാനല്ല. നല്ല കുട്ടികള്, നീ നല്ല കുട്ടിയാണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ, 3rd പേഴ്സണാ. നല്ല കുട്ടികള് നല്ല ഭംഗിയായിട്ട് ചോറ് കളയാതെ ഊണ് കഴിക്കുന്നാണ് പറയാറുള്ളത്. 3rd പേഴ്സണാണ്. ഇവിടെയും അങ്ങനെയാ. ഞാൻ നിന്നോട് പറയല്ല,
കൊട്ടേഷൻ എടുത്ത് പറയുകയാണ്. അതാണ് ചിലപ്പോൾ അബ്ദുൽ കലാമിന്റെ കൊട്ടേഷൻ, മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷൻ, അതേപോലെ സോക്രട്ടീസിന്റെ കൊട്ടേഷൻ. ഇതൊക്കെ വാല്യൂബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരിട്ട് പറയണതിനേക്കാളും ഇഫക്റ്റീവ് വേറൊരാളോട് പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്ത് നിങ്ങളോട് പറയുമ്പോഴാണ്. ഭഗവത്ഗീത എവിടെയുണ്ട്? കിട്ടാത്തവർ കൈ ഉയർത്തിയാൽ അറിയാം. അപ്പോ അനേന പ്രസവിഷ്യത്വം യേശവോസ്ത്വിഷ്ടകാമതുക്ക്. ഈ യജ്ഞഭാവത്തോടുകൂടി നിരന്തരം കർമ്മം ചെയ്ത്, ഒന്നുകൂടി ഞാൻ ആ വരി പറയുന്നു, യജ്ഞഭാവത്തോടുകൂടി നിരന്തരം കർമ്മം ചെയ്ത്, ആ വാക്കിതാണ്, യജ്ഞഭാവത്തോടുകൂടി നിരന്തരം കർമ്മം ചെയ്ത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കൂ. പ്രസവിഷ്യത്വം, അഭിവൃദ്ധി പ്രാപിക്കൂ. ഏനവോസ്തുഷ്ടകാമതുക്ക്. ആ യജ്ഞഭാവത്തോടു കൂടിയ നിങ്ങളുടെ കർമ്മം കാമധേനുവിനെ പോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്നുയാ. ശ്രേയപരമവാപ്നുയാ. ഈ ഭൂമിയിലെ ജീവിതം ശ്രേയസ്കരമാക്കാം. സ്വർഗത്തിലേക്ക് പോവാനല്ല കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞത്. ഈ പ്രപഞ്ച ചൈതന്യത്തെ അനുനിമിഷം ചൈതന്യവത്താക്കിക്കൊണ്ടേയിരിക്കുക. ആ പ്രപഞ്ചം നിങ്ങളെ ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പരസ്പരം ഭാവയന്ത. ലോകത്തിൽ ഏറ്റവും വലിയ എൻവയോൺമെന്റൽ സയൻസാണ് ഇവിടെ പറയുന്നത്. ഇനി പുതിയ വരിയെടുക്കുമ്പോഴും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. വിദ്യാർത്ഥികൾ സ്കൂള് സംരക്ഷിക്കുക, സ്കൂള് വിദ്യാർത്ഥികളെ സംരക്ഷിക്കും. നമ്മൾ പ്രവർത്തിക്കുന്ന ഓഫീസിനെ സംരക്ഷിക്കുക, ഓഫീസും നമ്മളെ സംരക്ഷിക്കും. നമ്മൾ നമ്മുടെ വീടിനെ സംരക്ഷിക്കുക, വീട് നമ്മളെ സംരക്ഷിക്കും. പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്നുയാത്. അപ്പൊ ഭൗതിക ലോകത്തിലെ സന്ദേശം ശ്രേയപരമവാപ്നുയാത്, പരമമായ ശ്രേയസിലേക്ക് എത്താൻ ഇത് ആവശ്യമാണ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിത. നിങ്ങൾ പ്രകൃതിയെ എങ്ങനെയാണോ നർച്ചർ ചെയ്യുന്നത്, നർച്ചറിങ്, നർച്ചറിങ്. വെൻ യു ആർ നർച്ചറിങ് ദ നേച്ചർ, വെൻ യു ആർ നർച്ചറിങ് the divinity in the nature, automatically in compensation of that the nature will nurture you. സിമ്പിൾ വരികളാ, പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ വരികളാ. ഓസോണിനെ നശിപ്പിച്ചു, അതനുസരിച്ച് നമ്മുടെ സ്കിൻ ക്യാൻസർ 0.28% ഉണ്ടായിരുന്നത് 12.8% ആയി. ഓസോണിനെ നശിപ്പിച്ചതാരാ? നമ്മൾ തന്നെ. അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളത് സെക്കൻഡറി. എന്താ കാരണം? റോട്ടിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ പോലീസുകാർ പറയുന്നു ഇവിടെ ക്രോസ് ചെയ്യരുതെന്ന് തനിക്ക് അറിഞ്ഞൂടെ. സോറി സാർ, എനിക്കറിഞ്ഞൂടായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇതിനെ തിരിച്ചെന്താ ഉത്തരം പറയാ? യുവർ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. യുവർ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങൾക്ക് ശിക്ഷ നൽകാതിരിക്കാൻ കാരണമല്ല. ശിക്ഷ നൽകാതിരിക്കാൻ കാരണമല്ല. വേർഡിന്റെ അർത്ഥം മനസ്സിലായോ? യുവർ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനാ നിയമം. ലോകത്തിലെ 239 രാജ്യങ്ങളിലും യുവർ ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ് ടു നോ ദ റൂൾ. സോ റൂൾ വയലേഷൻ, ignorance will not be taken as an excuse unless you are below 9 years of age. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താന പ്രദായൈവ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സ. പ്രകൃതിയെ സംരക്ഷിക്കാതെ, അങ്ങോട്ട് കൊടുക്കാതെ, സമർപ്പിക്കാതെ, ത്യാഗമനോഭാവമില്ലാതെ എനിക്ക്, എൻ്റെ, മൈസെൽഫ്, മൈൻ, സെൽഫിഷ്, അവനെ പറയുന്ന പേരാണ് സ്തേന ഏവ സഹ. അടുത്ത കാലത്ത് ബിസിനസ് വീക്ക് എന്നൊരു മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ബിസിനസ് വീക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന 2 ജേണലിൽ, ഒന്ന് പ്യുവർ റിസർച്ച് ജേണല്, അതാണ് HBR, ഹാർവാർഡ് ബിസിനസ് റിവ്യൂ. ഇപ്രാവശ്യത്തെ HBR വായിച്ചു നോക്കിയാൽ, ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു,
എങ്ങനെയാണ് ടെററിസ്റ്റുകള് താജ് ഹോട്ടൽ പറമേക്കാവിലാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ഇവിടെ പറഞ്ഞ. അപ്പൊ ആ ടെററിസത്തിൽ നിന്ന്, അവരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് പഠിക്കാൻ പോലെ ബിസിനസ് വീക്ക് എന്നൊരു മാഗസീൻ ഉണ്ട്. ബിസിനസ് വീക്ക് 70 കോടി കോപ്പി അത് പ്രിന്റ് ചെയ്യുന്ന എത്ര, ഏതാണ്ട് 40 രാജ്യങ്ങളിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്പർ എനിക്ക് അത്രയും കൺവിൻസിംഗ് അല്ല. ബിസിനസ് വീക്കില് പറയുന്നുണ്ട്, നൗ ബേസ്ഡ് ഓൺ ഭഗവത്ഗീത, ഐ ഈസ് ചേഞ്ചിങ് ടു വി, ഗ്രീഡ് ഈസ് ചേഞ്ചിങ് ടു ഗ്രീൻ, മീ ഈസ് ചേഞ്ചിങ് ടു അസ്. അർത്ഥം മനസ്സിലായോ? ഞാൻ എന്നുള്ളത് ഞങ്ങൾ, എനിക്ക് എന്നുള്ളത് ഞങ്ങൾക്ക്, ഗ്രീഡ് എന്നുള്ളത് ഗ്രീൻ, അതായത് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് എന്നുള്ളത് ആയി മാറുന്നു. ബേസ്ഡ് ഓൺ ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്. ഇനെന്താ പറയാ? ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ് അറിയണം എന്നുള്ളവർക്ക് മിനിങ്ങാന്ന് ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധർ എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായി. ഭാരതീയ മാനേജ്മെന്റ് സമ്പ്രദായം. 600 പോയിന്റ് ഉണ്ട്. പോയിന്റുകളായിട്ടാണ് അതിറക്കിയിരിക്കുന്നത്. അതേപോലെ ഞാനിവിടെ പറയുന്ന പല വരികളും പൈതൃക ഗ്രന്ഥങ്ങളിലെ ജീവിത സന്ദേശം എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ പൈതൃക ഗ്രന്ഥങ്ങളിലെ ജീവിത സന്ദേശം. ഇവിടെ വീണ്ടും നമ്മൾ 12ാമത്തെ വരിക്ക് വന്നാൽ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ, നമ്മൾ പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ചാൽ, പ്രകൃതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇഷ്ടാൻ ഭോഗാൻ, അതായത് ഫിസിക്കലായിട്ടുള്ള കംഫർട്ട് ആ പ്രകൃതി നമുക്ക് തരും. അതുകൊണ്ട് പ്രകൃതി കൃഷ്ണൻ പറയുന്നു, തിരിച്ചു കൊടുക്കാതെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്. അമ്പലത്തിൽ ചെന്ന് അന്നദാനം ഭക്ഷണം കഴിച്ച് ഒന്നും കൊടുക്കാതെ പോവരുത്. അമ്പലത്തില്, അല്ലെങ്കിൽ അനാഥാലയത്തില്, അല്ലെങ്കിൽ ഹോട്ടലില്, അല്ലെങ്കിൽ അതിഥിയുടെ വീട്ടില്, അല്ലെങ്കിൽ എവിടെ നിങ്ങൾ പോകുന്നോ അവിടെ നിന്ന് 1 വേ ആയിട്ട് ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ടൊന്നും കൊടുക്കാതെ പോവരുത്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല. അപ്പൊ എന്താ ചെയ്യാ? ആ കുട്ടികളുടെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചിട്ട് വരിക. നന്നായി വരും മക്കളെ. അപ്പോഴാ അനുഗ്രഹിക്കേണ്ട. വേണ്ടവർക്കും വേണ്ടാത്തവർക്കും ഒന്നും അനുഗ്രഹിക്കരുത്. അനുഗ്രഹിക്കുന്നതിനൊക്കെ വലിയ വലിയ അർത്ഥമുണ്ട്. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. എവറി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദ ബോഡി കെമിസ്ട്രി ടു നെഗറ്റീവ്. കേട്ടിട്ടുണ്ടോ അത്? പ്രൊഫസർ എറിക് ബേണിന്റെ വരിയ. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. എവറി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദ ബോഡി കെമിസ്ട്രി ടു നെഗറ്റീവ്. 2ാമത്തെ വരി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിൻബർഗിന്റെ, വിൻബർഗ് എ ലൈവ് മാഗസീനിൽ എഴുതിയതാണ് 2ാമത്തെ വരി. പ്രൊഫസർ എറിക് ബേൺ കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന പുസ്തകത്തിൽ ഉള്ളതാണ്. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ടൊന്നും വാങ്ങിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാ. എൻ്റെ ഭാരതത്തിൽ ഇന്നും അതുണ്ടായിരുന്നതാ, എന്നും. അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. അതിഥി വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചു പോയി യാത്ര പുറപ്പെടുമ്പോൾ എന്താ പറയുക? എല്ലാവരെയും നിർത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. നന്നായി വരും. അതിന് മന്ത്രം എന്താ അറിയോ? അതിഥി അകത്തേക്ക് വരുമ്പോ സ്വീകരിക്കേണ്ടത് വലത്തെ കൈ നീട്ടി കാണിച്ച് മനസ്സമാധീയതാം, അങ്ങയുടെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയിക്കൊണ്ട് വേണം എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ. മനസ്സമാധീയതാം. അപ്പൊ അതിഥി എന്ത് ചെയ്യും? 2 കൈയും ഈ കയ്യിൽ വെച്ചിട്ട് പറയും, സമാഹിത മനസ്സ്മഹ, ഞങ്ങളുടെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ ആതിഥേയൻ എന്ത് പറയണം? പ്രസീദന്തു ഭവന്തഃ. അപ്പൊ അതിഥി എന്ത് പറയണം? പ്രസന്നാസ്മഹ, ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് 2 പേരും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പറയണം, ശാന്തിരസ്തോ പുഷ്ടിരസ്തോ തുഷ്ടിരസ്തോ ശുഭം കർമാസ്തോ കർമ്മസമൃദ്ധിരസ്തോ പ്രജാപതി പ്രിയതാം പ്രിയതാം പ്രജാപതി. പിന്നെ ആതിഥേയൻ വലത്തെ കൈകൊണ്ട് അതിഥിയുടെ ഇടത്തെ കൈ പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവരണം.
ഇതൊക്കെയാ ബന്ധം. ഇത് ബന്ധനമല്ല, ഇത് ബന്ധനമല്ല, ബന്ധം. ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തിയതും ശങ്കരാചാര്യർ കാലടിയിൽ നിന്ന് നേരെ അമർനാഥിലേക്ക് പോയതും ഈ ബന്ധമുള്ളത് കൊണ്ടാണ്. ഭാഷ പോലും അറിയാത്തവന് ഭാരതത്തിൽ നടക്കാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലെങ്ങാനും അങ്ങനെ നടന്നാൽ തിരിച്ചു വരുമ്പോ കഴുത്തിന്റെ മുകളിൽ തല കാണില്ല, അല്ലെങ്കിൽ തലയുടെ ചുവട്ടിൽ ശരീരം കാണില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര ഭാഷ, എത്ര വേഷം, എത്ര ഭക്ഷണം, ആർക്കും എങ്ങോട്ടും പോകാൻ ഒരു വിഷമവും ഇല്ല. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയെ ഒന്നാക്കിയതെന്ന. ഞാൻ പറയാറുണ്ട് വലിയ തെറ്റൊന്നുമില്ല, ഒരു ഇത്തിരി അക്ഷര വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ഇംഗ്ലീഷുകാര് ഇന്ത്യക്കാരെ ഒന്ന് ആക്കിയത്. ആ ആക്കിയതിൻ്റെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും. ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട് എല്ലാവരും പുതിയത് വേണമെന്നാ പറയുക, ഇവിടെ പുതിയത് പാടില്ല എന്നാ പറയുക. എന്തൊരത്ഭുത! ഈ ആക്കിയതിൻ്റെയാണ്. ഇവിടെ എല്ലാം നമ്മുടെ ഭഗവത്ഗീതയുടെ ആപ്ലിക്കേഷൻ വണ്ടർഫുള്ളാണ്. അപ്പോ അടുത്ത വരി അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് സ്വീകരിക്കരുത് എന്നുള്ളതിനെ മറ്റൊരു വരിയിലൂടെ പറഞ്ഞു. യജ്ഞശിഷ്ടാസിനസന്തോ മുച്യന്തേ സർവകിൽപിഷൈഹി. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്,